നമസ്കാരം. ഇന്നത്തെ ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളി ഗൾഫ്. UAE-യിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഇനിയും കൂടുമെന്നും ഉൾനാടൻ പ്രദേശങ്ങളിൽ ചൂട് 46 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കടുത്ത ചൂടിനൊപ്പം ശക്തമായ കാറ്റും പൊടിക്കാറ്റും തീരദേശങ്ങളിൽ ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും നിലനിൽക്കും. വെള്ളിയാഴ്ച മുതൽ രാജ്യത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുമെന്നാണ് പ്രവചനം. വടക്കൻ കിഴക്കൻ മേഖലകളിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റടിച്ചേക്കാം. സൗദി അറേബ്യയിൽ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് നിയമാനുസൃതമാക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. ജൂൺ 30-ന് അവസാനിക്കാനിരുന്ന കാലാവധിയാണ് ദീർഘിപ്പിച്ചത്. വിദേശ തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം. വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് 12 മാസത്തിലേറെയായവർക്കും പുതിയ തൊഴിലുടമയുടെ കീഴിൽ 6 മാസം പിന്നിട്ടിട്ടും വർക്ക് പെർമിറ്റ് ലഭിക്കാത്തവർക്കും സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനാണ് പുതിയ ഇളവ്. സ്പോൺസർഷിപ്പ് മാറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇഖാമ പുതുക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരുന്ന മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് തീരുമാനം ആശ്വാസമാകും. ദുബായിയുടെ ഏറ്റവും വലിയ സമ്മർ ഫെസ്റ്റിവലായ ദുബായ് സമ്മർ സർപ്രൈസസ് ജൂലൈ 2 മുതൽ ഓഗസ്റ്റ് 30 വരെ നടക്കും. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് സംഘടിപ്പിക്കുന്ന ഈ മേളയുടെ 29ാമത്തെ പതിപ്പാണ് ഇത്തവണ അരങ്ങേറുന്നത്. ജൂലൈ 2 മുതൽ 5 വരെയുള്ള ഉദ്ഘാടന വാരത്തിൽ നഗരത്തിലെ പ്രമുഖ മാളുകളിലെല്ലാം പ്രശസ്ത താരങ്ങളുടെ തത്സമയ സംഗീത പരിപാടികൾ അരങ്ങേറും. 90% വരെ വിലക്കിഴിവ് ലഭിക്കുന്ന ഗ്രേറ്റ് ദുബായ് സമ്മർ സെയിൽ, സ്വർണം, ഇലക്ട്രോണിക്, ഫാഷൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായുള്ള പ്രത്യേക ഫ്ലാഷ് സെയിൽ വീക്കെൻഡുകൾ എന്നിവയാണ് ആകർഷണം. സൗദിയിലെ പ്രവാസികൾ കാത്തിരുന്ന ഓഫർ കാലമിങ്ങെത്തി. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ മാർക്ക് ആൻഡ് സേവ് ഉപഭോക്താക്കൾക്കായി ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ് ക്യാമ്പയിനായ ദ മെഗാ അപ് ടു 50% ഓഫർ പ്രഖ്യാപിച്ചു. ജൂലൈ 1 മുതൽ 7 വരെയുള്ള 7 ദിവസങ്ങളിലാണ് ഈ പ്രത്യേക ആനുകൂല്യം ലഭ്യമാകുക. സൗദി അറേബ്യയിലുടനീളമുള്ള റിയാദ്, അൽ ഖോബാർ, അൽ അഹ്സ എന്നിവിടങ്ങളിലെ എല്ലാ മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫർ ലഭ്യമായിരിക്കും. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഫാഷൻ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, ടോയ്, കോസ്മെറ്റിക്സ്, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ഇനങ്ങൾക്ക് 50% വരെ വിലക്കുറവ് ലഭ്യമായിരിക്കും. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ആശ്വാസവുമായി നോർക്ക. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനമായ എക്സ്ട്രാ ജി ക്ലബ് പ്രൈവറ്റ് ലിമിറ്റിലെ വിവിധ ഒഴിവുകളിൽ നിയമനം നടത്തുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കാണ് അവസരം. അപേക്ഷകൾ ജൂലൈ 12 വരെ നൽകാം. ജനറൽ മാനേജർ, AGM, ചീഫ് കോർഡിനേറ്റേഴ്സ് എന്നീ തസ്തികകളിലാണ് അവസരം. കേരളത്തിലെ വിവിധ ജില്ലകളിലായി പൂർണ്ണസമയ അടിസ്ഥാനത്തിലാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 277 0523 എന്ന നമ്പറിലോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായിട്ടുള്ള 1800 425 3939, 9188 020 12345 എന്നീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇന്നു മുതൽ ഗൾഫിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾക്ക് നിരക്ക് കൂടി. കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചു. UAE-യിലെ 285 ദിർഹമായിരുന്ന സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 450 ദിർഹമായി ഉയർത്തി. അതായത് പ്രവാസിക്ക് ഗൾഫിൽ പാസ്പോർട്ട് പുതുക്കാൻ 11,600 രൂപയോളം ചെലവഴിക്കണം. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി തന്ത്രപ്രധാന പങ്കാളിത്തത്തിൽ നിർണായക നാഴികക്കല്ല്. ജിദ്ദയിൽ നടന്ന സൗദി വാട്ടർ വീക്ക് സമ്മേളനത്തിൽ വെച്ച് ഇരു രാജ്യങ്ങളും ജലവിഭവ സഹകരണത്തിനായുള്ള ഔദ്യോഗിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രി NG അബ്ദുൾ റഹ്മാൻ അബ്ദുൾ മുഹസിൻ അൽ ഫദിലിയും സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാനുമാണ് കരാർ കൈമാറിയത്. ജലവിഭവ ആസൂത്രണം, സുസ്ഥിരമായ ജല മാനേജ്മെന്റ്, ആധുനിക ജലസേചന സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ പരസ്പര സഹകരണം ശക്തമാക്കുകയാണ് ഈ ധാരണാപത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. കൂടുതൽ ഗൾഫ് വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. അങ്ങനെ അവരെ ആക്റ്റീവ് ഒക്കെ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ. പക്ഷേ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ
ഇവിടെയും സംഭവിക്കുന്നത് ഈ കോഴ മേടി ഞാൻ മേടിച്ചല്ലേ കോഴ